മൈക്രോമാക്സിന്റെ പുതിയ 2 ഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മൈക്രോമാക്സ് ഇൻ 1Bയും അതുപോലെ തന്നെ മൈക്രോമാക്സ് ഇൻ നോട്ട് 1ഉം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോമാക്സ് ഇൻ നോട്ട് 1 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു നേരം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മൈക്രോമാക്സിന്റെ ഒരു ടീസർ ആദ്യം പുറത്തു വന്നപ്പം അതിൽ അവർ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അവർ ഇന്ത്യൻ ബ്രാൻഡാണെന്നുള്ള കാര്യമായിരുന്നു. അല്ലാതെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ കൂടുതൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യം അവർ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണെന്നുള്ളതായിരുന്നു. പക്ഷേ മൈക്രോമാക്സ് ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ എന്ന് മാത്രമല്ല റെഡ്മി, റിയൽമി ഇതുപോലുള്ള ബ്രാൻഡുകൾക്കൊക്കെ ഭീഷണിയായിട്ടാണ് മൈക്രോമാക്സിന്റെ പുതിയ ഫോണുകൾ വരുന്നത്. പിന്നെ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 എന്ന ഫോണിൽ ജസ്റ്റ് എടുത്തു പറയേണ്ട 1-2 ഫീച്ചേഴ്സ് മാത്രമല്ല വരുന്നത്. അവർ ഫോൺ മൊത്തമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണുകളിലും ഇപ്പം നമുക്ക് HD റെസൊല്യൂഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈവൻ റിയൽമിയുടെ വരെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ HD റെസൊല്യൂഷനാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ M2 അതുപോലെ റെഡ്മി 9 പ്രൈം ഇതുപോലെ ചില ഫോണുകളിൽ മാത്രമേ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 21:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷന് പുറമെ പഞ്ചോൾ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടെന്ന് മാത്രമല്ല ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 നിറ്റ്സ് ആണ്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ ബാക്കിലാണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോർഡാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഫോണിന്റെ 2 കളർ വേരിയൻസ് വരുന്നുണ്ട്, ഗ്രീനും അതുപോലെ തന്നെ വൈറ്റും. ഇതിൽ ഗ്രീനിന്റെ ബാക്കിൽ എക്സ് ഷേപ്പിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. അപ്പം ഈ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekന്റെ helio G85 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് helio G85. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ 4 GB റാം ആണ് വരുന്നത്. ഈ ഫോണിന്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. ഒരു വെർഷനിൽ 64 GB ഇന്റേണലും മറ്റൊരു വെർഷനിൽ 128 GB ഇന്റേണലും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ LPDDR4ന്റെ റാം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. eMCP സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 5 GHz വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിൽ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന റെഡ്മിയുടെയും അതുപോലെ തന്നെ റിയൽമിയുടെ ഒക്കെ ഫോണുകളിൽ പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് മൈക്രോമാക്സിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. പിന്നെ കമ്പനി പറഞ്ഞിരിക്കുന്നത് 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഫോണുകളിൽ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. 48 മെഗാപിക്സലിന്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 5 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 115 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് വിഷൻ പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ GIF ഫോർമാറ്റിൽ നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഫോണിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബോക്സിൽ തന്നെ നമുക്ക് 18 വാട്ടിന്റെ ചാർജറും കിട്ടുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ റിവേഴ്സ് ചാർജിംഗ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പ്രൈസിംഗ് ആണ്. ഈ ഫോണിന്റെ 4 GB റാം 64 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 10,999 രൂപയാണ്. 4 GB റാം 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 12,499 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴി നവംബർ 24 മുതലാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഫോൺ micromaxinfo.com എന്ന സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മൈക്രോമാക്സ് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും മൈക്രോമാക്സ് ഇൻ നോട്ട് 1 എന്ന ഫോണ്. കാരണം ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട 1-2 ഫീച്ചേഴ്സ് മാത്രമല്ല കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ട്, പിന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും വരുന്നുണ്ട്, പിന്നെ നല്ലൊരു ബാറ്ററിയും ഈ ഫോണിൽ വരുന്നുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യങ്ങളും ബ്ലോട്ട്വെയർ ഒന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണിത്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.